നമസ്കാരം. വയനാടിന്റെ സങ്കടത്തിന്റെ ആഴം വാക്കുകൾക്ക് അതീതമാണ്. ഉരുൾപൊട്ടി വന്ന കൊടും ദുരന്തം കവർന്ന ഒട്ടേറെ ജീവന് മുന്നിൽ, ഒറ്റ രാത്രി കൊണ്ടില്ലാതായൊരു ജനവാസ മേഖലയുടെ ശൂന്യതയ്ക്ക് മുന്നിൽ, പിഴുതെറിയപ്പെട്ട എത്രയോ കുടുംബങ്ങളുടെ നിസ്സഹായതയ്ക്ക് മുന്നിൽ തോരാത്ത കണ്ണീരോടെ കേരളം മൗനമണിഞ്ഞു നിൽക്കുകയാണ്. വയനാടിനെ ഉരുൾപൊട്ടൽ തകർത്തത് ഈ നാടിന്റെ ഹൃദയത്തെ കൂടിയാണ്. ജീവനുണ്ടെങ്കിലും ജീവിതമില്ലാതെയായ ആയിരക്കണക്കിന് സഹോദരങ്ങളെ പ്രകൃതി ബാക്കി തന്നിട്ടുണ്ട് നമ്മൾക്ക്. അവരുടെ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും ഇനി നമ്മുടേത് കൂടിയാണ്. കണ്ണീർ തുടച്ച് നമുക്കിനി ഇറങ്ങണം. മഹാപ്രളയത്തെയും മഹാമാരിയെയും പലവുരു കണ്ട ദുരന്തങ്ങളെയും ഒറ്റക്കെട്ടായി അതിജീവിച്ച പോലെ സർവവും നഷ്ടപ്പെട്ടവർക്ക് സാന്ത്വനമൊരുക്കണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, കൂടെ ഞങ്ങളുണ്ടെന്ന് വിളിച്ചു പറയണം. ഈ നാട് ഇങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് തെളിയിക്കണം. സ്വാഗതം പുതുവേദിയിലേക്ക്. നോക്കൂ, നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെയാണ്, ഇത് കരളുറപ്പുള്ള കേരളമാണ്. അങ്ങനെയൊന്നും നമ്മളെ തകർക്കാനാവില്ല. പലവുരു കണ്ട ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിച്ചു. വീണ്ടും ഈ വയനാടിനെയും ഈ ദുരന്തത്തെയും മഹാദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും. നമ്മൾ ചേർത്ത് പിടിക്കും. ആ നാടിനെ വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കുഞ്ഞുമ്മയിലുണ്ട് മേപ്പയ്യൂരിൽ നിന്നും. കുഞ്ഞുമ്മേൽ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ നാടിനെ നമുക്ക് തിരിച്ചു പിടിച്ചേ മതിയാകൂ. ഇനി അതിനുള്ള പോംവഴികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനുള്ള മാർഗങ്ങളാണ് തേടേണ്ടത്. ഇനി കണ്ണീരല്ല വേണ്ടത്, കൈകോർക്കലാണ്, അല്ലേ? നമസ്കാരം സാർ. പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. കുഞ്ഞമ്മത് മേപ്പയൂരിന്നാണ്. പറഞ്ഞൊരു ചെറിയൊരു തെറ്റുണ്ട്. ക്ഷമിക്കണം, പേര് പറഞ്ഞോളൂ. കുഞ്ഞമ്മത് മേപ്പയൂരാണ്. കുഞ്ഞുമ്മൽ പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. നമ്മുടെ എല്ലാം മറന്നുകൊണ്ട്, എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ല, ജാതി മത വ്യത്യാസമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായ നാടിന് വേണ്ടി കൈകോർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഈ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് പിന്നെ എല്ലാവരും അണിനിരക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും ആ നാടിനെ നമ്മൾ തിരിച്ചു പിടിക്കും. വളരെ നന്ദി വിളിച്ചതിന്. സജി ഉണ്ട് കോട്ടയത്ത് നിന്നും. സജി, എങ്ങനെ അതിജീവിക്കും നമ്മൾ ഈ മഹാദുരന്തത്തെ എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നൊരു ഉത്തരവും അതിന് നമുക്ക് മുൻപിലുണ്ട്, അല്ലേ? ഹലോ മാഡം, പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള ഇതാണ്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പല അമ്മമാരും 2-3 സെന്റ് സ്ഥലം ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടതായിട്ടും, അതുപോലെ അവരുടെ സ്ഥലവും ഒക്കെ ബാങ്കിൽ പണയം വെച്ച് അവരെടുത്ത് എല്ലാം പോയി എന്ന് പറഞ്ഞ് കരയുന്ന ദൃശ്യം നമ്മൾക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കി. ഇതെല്ലാം കണ്ടു. പക്ഷെ നമ്മൾ ഇപ്പം ഈ ദുരന്തം നടക്കുന്ന സമയത്ത് വലിയ കൂട്ടായ്മയൊക്കെ നമ്മൾ കാണും. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 2018 മുതൽ കണ്ടിന്യൂസ് മിക്കപ്പോഴും തന്നെ ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോ ഈ ദുരന്തത്തിൽ പെടുന്ന ആൾക്കാർക്ക് നമ്മൾ ദുരിതാശ്വാസ ഫണ്ടിലേക്കും മറ്റും കൊടുക്കുന്നത് ഇന്നും ഞാൻ ഏതോ ചാനലിൽ കണ്ടിരുന്നു, പറയുന്നുണ്ട് എല്ലാ ആളിലേക്കും പൂർണ്ണമായിട്ട് സഹായം എത്തുന്നില്ല. അന്ന് വാടകയ്ക്ക് താമസിച്ച ആൾക്കാർക്ക് വാടക പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് ഇന്നും കഷ്ടപ്പെടുന്നു, പ്രോപ്പറായിട്ടൊരു ജോലിയില്ല എന്നൊക്കെ. ഇത്തവണ ഉണ്ടായ ദുരന്തത്തിലെങ്കിലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത്. അവിടെ നമ്മൾക്ക് എന്താ പറയുന്നത്, യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഒരു ചെറിയ താമസ സൗകര്യം അതാണെങ്കിൽ പോലും അത് എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടണം. ആരും അനാഥരായി അങ്ങനെ വിഷമിക്കരുതെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നീ അയച്ചിട്ടാണോ ഇത് ചോദിക്കുന്നത്? ഞാൻ അയച്ചിട്ടില്ല, അയക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്.
ഒത്തിരി അധികം ഒന്നും നമ്മൾക്ക് സാധിക്കില്ല. പക്ഷേങ്കിൽ പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾക്ക് നല്ല വിദ്യാഭ്യാസവും അറിവുള്ളവരും പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ചില നിർദ്ദേശങ്ങൾ, അത് തീർച്ചയായിട്ടും എല്ലാവരും, അത് ജനങ്ങൾ മുതൽ ഭരണകൂടം വരെ നമ്മളെല്ലാം ഒരേപടി ഫോളോ ചെയ്തിരുന്നെങ്കിൽ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കും കൂടെയുണ്ട്. തീർച്ചയായും സജി, വളരെ നന്ദി വിളിച്ചതിന്. നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ നന്മയാണ് നിങ്ങളുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുക, ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാഡം വിളിച്ചപ്പോൾ പറഞ്ഞത്. ഈ കൂട്ടായ്മ നമ്മളിപ്പോൾ ആ നാടിന് വേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കുന്നത് ഇനി അങ്ങോട്ടും ഉണ്ടാകണം. ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെ നമ്മൾ കൈവിടരുത്. എപ്പോഴും അവർക്കൊപ്പം ഉണ്ടാകണം. അവരുടെ പുനരുജ്ജീവനം, പുനരധിവാസമൊക്കെ നമ്മളുടെ കൂടി ഉത്തരവാദിത്വമാണ്. അത് തന്നെയാണ് ഞങ്ങളും ന്യൂസ് 18 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. വളരെ നന്ദി സജി വിളിച്ചതിന്. വിഷ്ണു ഉണ്ട് ആലുവയിൽ നിന്ന്. വിഷ്ണു, നമ്മളെ മുന്നിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഇപ്പോഴുള്ളൂ. അത് വയനാടാണ്. ആ നാടിൻ്റെ പുനരധിവാസമാണ്. ആ നാട്ടിലെ ജനങ്ങളുടെ പുനരുജ്ജീവനമാണ്. പ്രതാപ് വാഴൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പ്രതാപ്, പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? ഈ പുനരധിവാസത്തില് പ്രധാനമായിട്ടും നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ഇനിയും ഏറ്റുമുട്ടുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വരാതെ അതുമായിട്ട് വളരെ അകലം പാലിച്ചുകൊണ്ട്, കാരണം അത് പ്ലാന്റേഷൻ ഏരിയ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ലീസിംഗ് ലാൻഡ് ആയിരിക്കും. അപ്പൊ ആ പ്രദേശങ്ങളിൽ വീണ്ടും ഒരു കൺസ്ട്രക്ഷൻ വന്നാൽ നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ വരും. സ്വാഭാവികമായിട്ടും ഇതൊക്കെ തടയപ്പെടും. അപ്പൊ അതിൽ നിന്നും കൂടുതൽ അകലം പാലിച്ചുകൊണ്ട് ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അത്തരമൊരു സാധ്യത തേടണം. തീർച്ചയായും അത് തന്നെയാണ്. ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാനുള്ള വഴികൾ നമ്മൾ തേടണം. അതിനനുസരിച്ചുള്ള പ്രവർത്തനം മുന്നോട്ട് വയ്ക്കണം. മനുഷ്യ നിർമ്മിതമല്ലാത്ത ദുരന്തങ്ങൾ, അത്തരത്തിൽ ദുരന്തങ്ങൾ ഇനി ഉണ്ടാവരുത് നമ്മുടെ നാട്ടിൽ. അത് തന്നെയാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. ജോസ് ഉണ്ട് കൊല്ലത്ത് നിന്നും. ജോസ്, നമ്മളെ സംബന്ധിച്ച് ഈ ദുരന്തങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. പക്ഷേ ഈ വയനാട്ടിലെ ദുരന്തം നമ്മൾ വിചാരിച്ചതിലും അപ്പുറത്തായിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിപ്പോയി. നമ്മൾ തുടക്കത്തിൽ ഈ ഒരു ദുരന്തം വന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഉരുൾപൊട്ടൽ വാർത്ത വന്ന സമയത്ത് ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇത് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്കാണ് കലാശിക്കുന്നത്, ഇത്ര ജീവനാണ് മണ്ണിനടിയിൽ പോകുന്നത്. ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവം. കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം. നമുക്കിനി ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെ സാധ്യമാക്കും അതിജീവനമെന്ന്. നസ്രിയ ഉണ്ട് പാലയാട് നിന്ന്. നസ്രിയ, എന്താണ് പറയാനുള്ളത്? എല്ലാവരും വേദനയിൽ തന്നെയാണ്. ഇവിടേക്ക് വിളിക്കുന്ന ആളുകൾക്ക് പോലും ശബ്ദമൊന്നിടാതെ സംസാരിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ്. പാലയോടുന്നില്ലേ പറഞ്ഞോ. നമ്മള് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭയങ്കര വിഷമമുണ്ട്. ഓരോരുത്തരെ ഇങ്ങനെ ഇതാക്കുന്നോണ്ട് വയനാടിന്റെ ഭയങ്കര നല്ലൊരു എന്തോ വിഷമം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഓരോ ഇത് കാണുമ്പോഴും മനസ്സ് ഭയങ്കര നീറിയായിരുന്നു. ഓരോരോ മൃതദേഹങ്ങൾ ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോഴും കുഞ്ഞു മക്കളതെല്ലാം അതുതന്നെയാണ് നസ്രിയ, എല്ലാവർക്കും അതുതന്നെയാണ്. അവിടെ നിന്ന് കാണുന്ന ഓരോ ദൃശ്യങ്ങളും നമ്മുടെയൊക്കെ നെഞ്ച് പൊട്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലിൽ മരിച്ച തിരിച്ചറിയാൻ സാധിക്കാത്ത 67ഓളം പേരുടെ മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കാൻ ഉള്ള ഒരുക്കങ്ങൾ നടത്തുന്നതാണ്. സലാമുണ്ട് നമുക്കൊപ്പം. മലപ്പുറത്ത് വന്നാണ് സലാം ചേരുന്നത്. സലാം, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് 67ഓളം തിരിച്ചറിയാൻ പോലും സാധിക്കാനാവാത്ത മൃതദേഹങ്ങളെ അടക്കം ചെയ്യാൻ, അതും സർവ്വമത പ്രാർത്ഥനയോടുകൂടി. താൻ ജനിച്ചത് ഏത് മതമാണോ ജാതിയാണോ, താൻ ആരാണെന്ന് പോലും മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ പോലും സാധിക്കാത്ത കുറേ മനുഷ്യരെയാണ് അടക്കാനുള്ള ഒരുക്കങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ ന്യൂസ് 18 ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രയേ ഉള്ളൂ നമ്മളെന്നും ഈ ദൃശ്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാം അതിജീവിക്കുമെന്ന് ആ ദൃശ്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. കാരണം ഒന്നും ഒരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാത്ത കുറേ മനുഷ്യരാണ് അവിടെ ചുറ്റും നിൽക്കുന്നതും. അതെ അതെ മാഡം, സമാനതകളില്ലാത്ത കാഴ്ചകളാണ് കാണുന്നത്. ഏറെ ദുഃഖിപ്പിക്കുന്നതാണ്. ഇപ്പൊ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായഹസ്തങ്ങളുടെ നീണ്ട നിര വരുന്നുണ്ട്. അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ ഏറ്റെടുത്ത് ഒരു സ്ഥലത്ത് തന്നെ ഭൂമി വാങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തി എല്ലാവരെയും ഒരു ഏരിയയിൽ പുനരുദ്ധരിക്കണം എന്നാണ് പറയാനുള്ളത്. അവിടെ ചർച്ചും പള്ളികളും അമ്പലങ്ങളും ഒക്കെ വരട്ടെ.
എല്ലാവരും ഒന്നിച്ചു വളരട്ടെ. അതെ, വളരെ നന്ദി വിളിച്ചതിന്. ജോസഫ് ഉണ്ട് കോട്ടയത്ത് നിന്നും. ജോസഫ്, എന്താണ് പറയാനുള്ളത്? നമുക്ക് എങ്ങനെ അതിജീവിക്കാം ഈ ദുരന്തത്തെ? എങ്ങനെ ചേർത്ത് പിടിക്കാം വയനാട്ടുകാരെ? മേഡം, ഞാൻ ടി വിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. മേഡം, എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും ഇപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടെല്ലാം ഓടി നടക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ ഇതൊന്നും ആർക്കും കാണാറില്ല. അപ്പൊ അതിനുവേണ്ടി ഒരു സജഷൻ ആയിട്ടാണ് വെക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അവിടെ എല്ലാ ഓരോ വീടുകളും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കിപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് പഞ്ചായത്ത് മുഖാന്തരം, അതായത് നമ്മുടെ ഗവൺമെന്റിലേക്ക് തന്നെ പഞ്ചായത്ത് മുതൽ ഓരോ വീടുകളിൽ നിന്നും അവർക്ക് പറ്റുന്നൊരു സഹായം പഞ്ചായത്തിലേക്ക് കൊടുത്ത് അവിടുന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സംവിധാനം എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക്, അതായത് അവർക്കൊരു പൈസ ഇപ്പം എങ്ങനെ ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാരാണ്. കാരണം എല്ലാവരും വിദ്യാസമ്പന്നരല്ല, വിദ്യാഭ്യാസം കുറവുള്ളവരുണ്ട്. അവർക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഒരു പാർട്ടായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും ഒരു സഹകരണത്തോടുകൂടി ചെയ്ത് പഞ്ചായത്ത് മുഖാന്തരം അത് മുഖ്യമന്ത്രിയുടെ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് അവിടെയുള്ള പാവങ്ങൾ, വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീട് വെക്കുന്നതിന് വേണ്ട സഹായമായിട്ട് അവർക്ക് എത്തിച്ചേരുമെന്ന് എനിക്കൊരു സജഷനായിട്ട് തോന്നുന്നു. ഇത് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനൊരു കാര്യം ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്. തീർച്ചയായും താങ്കളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ട അഭിപ്രായം തന്നെയാണ്. ഇത്തരത്തിലുള്ള നിരവധി നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ന്യൂസ് 8ലേക്ക് തന്നെ, പൊതുവേദിയിലേക്ക് തന്നെ വിളിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ, വളരെ വാല്യബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. നമ്മളത് കൃത്യമായി അധികൃതരിലേക്ക് എത്തിക്കും. സ്വീകരിക്കാവുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ, അതിന് വേണ്ട കൃത്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജോയി ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. ജോയി, ബാംഗ്ലൂരിൽ നിന്ന് താങ്കൾ വയനാടിൻ്റെ അവസ്ഥ, വയനാടിൻ്റെ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ നാടിൻ്റെ വേദന താങ്കൾ കാണുന്നുണ്ടാകും. എന്താണ് പറയാനുള്ളത്? എങ്ങനെ നമുക്ക് അതിജീവിക്കാം? ഞാൻ ഇത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ഡെയിലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ ഒരു ഇത് സംഭവിച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിലോ എത്ര പേരുണ്ടോ ഏത് പേരുണ്ടോ ഒരു കണക്കില്ലാത്ത ഒരു സംഭവത്തില് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. പഞ്ചായത്തിൽ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല, പഞ്ചായത്തിൽ റെക്കോർഡ് ഉണ്ടോ ഇല്ലയോ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അത്. കാരണം ഒരു മുണ്ടക്കൈ അല്ലെങ്കിൽ ചൂരൽമല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്ര പേര് ജീവിച്ചിരിക്കുന്നുണ്ട്, പഞ്ചായത്തിനൊരു കണക്കുണ്ടോ? പിന്നെ ഒന്ന് സെക്കൻഡറി ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത്, അതായത് എല്ലാ വർഷവും നമുക്ക് ഇവിടെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളും എല്ലാ വർഷവും നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വർഷം ആ സംഭവങ്ങൾ കഴിഞ്ഞ് ഈ മഴ പെയ്യുമ്പോൾ അത് സംഭവിക്കുന്നു, അത് ആൾക്കാർ പോകുന്നു, മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ കുറെ പേര് പോകുന്നു. അവരുടെ കുടുംബങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വാട്ട് ഈസ് ഫ്യൂച്ചറുള്ള അവരുടെ ഒരു ഇതിന് എന്താണ് ഒരു നമ്മൾ ചെയ്തിട്ടുള്ളത്? പഞ്ചായത്താണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആണോ? അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ആരും ഒന്നും പിന്നീട് ഫ്യൂച്ചറെ പറ്റി ഒന്നും ആരും ഒന്നും പറയുന്നില്ല. അതൊരു ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ പുനരധിവാസം എങ്ങനെ ചെയ്തു, ആര് എന്ത് ചെയ്തു, ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു വേദനാജനകമായ കാര്യങ്ങളാണ്. തീർച്ചയായും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായേ മതിയാകും. വളരെ നന്ദി വിളിച്ചതിന്. ബാംഗ്ലൂരിൽ നിന്നും പ്രാവണ്യ ചേരുന്നുണ്ട്, ഇടുക്കിയിൽ നിന്നും. പ്രാവണ്യ, നിങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടാകും, അവിടുത്തെ വാർത്തകൾ നിരന്തരം ശ്രദ്ധിക്കുന്നുണ്ടാകും. നമ്മളെ മുന്നിൽ ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുക, അവിടുത്തെ ആളുകളെ ചേർത്ത് പിടിക്കുക, അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു പാലം നിർമ്മിക്കുക എന്നത്. ജിതിൻ ഉണ്ട് പെരുമ്പാവൂരിൽ നിന്നും. ജിതിൻ, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്, എങ്ങനെയാണ് നമ്മൾ ആ നാടിനെ ചേർത്ത് പിടിക്കുന്നതെന്ന്, എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഞാൻ ഈ വാർത്ത കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വർക്കിലായാലും ഫുൾ ടൈം ഓൺലൈനിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് വളരെയേറെ വിഷമമുണ്ട് ഈ കാര്യം നടന്നതിൽ. ഇപ്പൊ പ്രകൃതിക്ഷോഭങ്ങൾ, ഞാൻ പെരുമ്പാവൂരിന്ന് വിളിക്കുന്നത്, പ്രകൃതിക്ഷോഭങ്ങൾ ഓൾറെഡി നമുക്ക് പിടിച്ചു നിർത്താനാവില്ല, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞങ്ങള് പെരുമ്പാവൂർ മേഖല എന്നൊക്കെ പറഞ്ഞ് മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ നിമിഷം കൊണ്ട് പൊടിയായി പോകുന്ന അവസ്ഥയിലുള്ള ആൾക്കാരായിരിക്കും ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. പിന്നെ രണ്ടാമത് ഇപ്പൊ വന്നു പോയ വിപത്തിനെ കുറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഒക്കെ ഓക്കെയാണ്. ഇപ്പൊ ഞങ്ങൾ അവരുടെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ചെയ്യാവുന്ന പറ്റുന്ന സ്ഥലങ്ങളോ കാര്യങ്ങളോ എവിടെയെങ്കിലും പുതിയ നമ്മളെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലും പറഞ്ഞ് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ കുറെ ഭക്ഷണവും കാര്യങ്ങളും വെറുതെ വേസ്റ്റാക്കി കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തന്നെ പെരുമ്പാവൂരിൽ തന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ പറഞ്ഞു ഓൾറെഡി ഫുഡ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല,
അപ്പൊ അവരെ ചേർത്ത് പിടിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. തീർച്ചയായും അത് തന്നെയാണ്. വളരെ നന്ദി വിളിച്ചതിന്. ജിതിൻ പറഞ്ഞതുപോലെ തന്നെയാണ് അവരെ ചേർത്ത് പിടിക്കുക, വയനാടിനെ നമ്മുടെ നാട് എന്നതുപോലെ ചേർത്ത് പിടിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. അതാണ് വേണ്ടതും. രമ്യയുണ്ട് ആലപ്പുഴയിൽ നിന്നും. രമ്യ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളുമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നല്ലേ നമ്മൾ ഇപ്പോൾ പറയേണ്ടത്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത്? അതെ മേഡം, ഞാൻ കണ്ട വാർത്തകൾ എനിക്ക് ഏറ്റവും വിഷമമായത് ആ ട്രൈബൽ കുട്ടികളുടെ കാര്യമാണ്. അപ്പൊ ഗവൺമെന്റ് ഓരോ വർഷവും എന്തുമേ പോളിസിയാണ് ട്രൈബ്സിനൊക്കെ വേണ്ടി മാറ്റി വെക്കുന്നത്, ഓരോ പോളിസി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ പാർപ്പിടത്തിന് വേണ്ടി എല്ലാം. പക്ഷെ ഒരു നേരത്തെ വസ്ത്രം പോലും എടുക്കാനില്ലാതെ ആ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം വന്നു മനസ്സിന്. അപ്പം ഈ വയനാട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവരുടെയും കൂടെ ജീവിതവും കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, പാർപ്പിടം, എല്ലാ സൗകര്യങ്ങളും ഈ സന്നദ്ധ പ്രവർത്തകരായാലും ഗവൺമെന്റ് ഭാഗത്തു നിന്നായാലും ഇനിയെങ്കിലും അതിനുള്ള നടപടി എടുക്കണം. തീർച്ചയായും അത് തന്നെയാണ്, അത്തരത്തിലുള്ള നടപടികൾ എടുക്കാം. വളരെ നന്ദി രമ്യ, വിളിച്ചതിന് താങ്കളുടെ അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നതിന് ശേഷം പൊതുവേദിയിലേക്ക് തിരിച്ചെത്തും. വൈത്തിരി താലൂക്കിൽ കണ്ടെത്തിയിട്ടുള്ള HML പ്ലാന്റേഷന്റെ ഭാഗമായിട്ടുള്ള ചെറിയ റവന്യൂ HML തർക്കങ്ങളൊക്കെയുള്ള ഭൂമിയാണ്. 64 സെന്റ് സ്ഥലം DDMയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം കളക്ടർ ഏറ്റെടുത്തുകൊണ്ട് 64 സെന്റ് സ്ഥലത്തിൽ ഒരു ബറീഡ് ഗ്രൗണ്ടായി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിക്കാനുണ്ടായി. നമ്മുടെ കണക്കനുസരിച്ച് ഒരു സെന്റിൽ ഏറ്റവും ചുരുങ്ങിയത് 7 ബോഡികളെങ്കിലും കുഴിച്ചിടാൻ കഴിയുന്ന വിധത്തിൽ, ബറി ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സാധ്യതകളാണുള്ളത്. 10 വരെ പോകുമെന്നാണ് നമ്മുടെ കണക്കെങ്കിലും 7 വെച്ചാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡീകമ്പോസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള 8 ബോഡികൾ കൂടി ഇന്ന് ആ ബറീഡ് ഗ്രൗണ്ടിൽ നമുക്ക് മറവ് ചെയ്യാൻ കഴിയും എന്ന ധാരണയാണ് നമുക്കുള്ളത്. എല്ലായിടത്തും വേറെ പ്രയാസങ്ങളില്ലാത്ത വിധത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് സർവമത പ്രാർത്ഥനയോടുകൂടി ആ മൃതശരീരങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ ബഹുമതികളും കൊടുത്തുകൊണ്ട് മറവ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഇപ്പോ വയനാട് ജില്ലയിലാകെ 77 ക്യാമ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. 77 ക്യാമ്പുകളിലായി 8246 ആളുകൾ ഇപ്പോ അവിടെ താമസിച്ച് വരുന്നുണ്ട്. ഇവിടെ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടലിൽ 17 ക്യാമ്പുകളാണ് ഇപ്പോൾ നമ്മൾ തുറന്നിട്ടുള്ളത്. 2551 പേർ ക്യാമ്പുകളിലുണ്ട്. ക്യാമ്പുകളിൽ 943 പുരുഷന്മാരും 981 സ്ത്രീകളും 627 കുട്ടികളും ഗർഭിണികളായിട്ടുള്ള 5 പേരും ഉൾപ്പെടെ 701 കുടുംബങ്ങളിലായി ആകെ 2551 പേരാണിപ്പോൾ അങ്ങനെ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നത്. ഇന്ന് നമുക്ക് റിക്കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ബോഡിയിൽ ഒന്ന് മലപ്പുറത്ത് നിന്നാണ്, മറ്റൊന്ന് സൂചിപ്പാറയിൽ പല തരത്തിലായി ഛിന്ന ഭിന്നമായിട്ടുള്ള പാർട്ടുകൾ ആണ് പിന്നെ നമുക്കിവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഇന്ന് ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്റ്റീവ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് 2 സ്ഥലങ്ങളിൽ അവർ കാണുകയുണ്ടായി. അവിടെ ഇപ്പോൾ ബന്ധപ്പെട്ട പരിശോധനകൾ ആർമിയും അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സും ചേർന്ന് നടത്തി വരികയാണ്. ഇപ്പൊ നമുക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ എല്ലാ ഫോഴ്സിന്റെയും മേജർമാരുടെയും ഭാരവാഹികളുടെയും യോഗം ഇവിടെ വെച്ച് തന്നെ മന്ത്രിതല ഉപസമിതി അംഗങ്ങളുമായും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടും കൂടി ചേരുന്നുണ്ട്. നമുക്കിപ്പോ NDRFന്റെ 120 പേർ, IRDBയുടെ 20 പേർ, കേരള പോലീസ് ഡോഗ് സ്ക്വാഡിന്റെ 6 പേർ, ടെലി 2 പേർ, ഫോറസ്റ്റിന്റെ 72 പേർ, ഫയർഫോഴ്സിന്റെ 460 പേർ, SOG 60 പേർ, MEG 160 പേർ, ആർമിയുടെ EME 161 പേർ, TA 20 പേർ, DSC 200 പേർ, നേവൽ ഫോഴ്സ് 53 പേർ, തമിഴ്നാട് ഫയർഫോഴ്സ് 48 പേർ, അങ്ങനെ 1382 പേരാണ് ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ സേനാംഗങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ടീമിന്റെയും എല്ലാ ടീമിന്റെയും ലീഡർമാരുടെ സംയുക്ത യോഗം ഇന്ന് 6 മണിക്ക് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് നമുക്ക് നാളെ മുതൽ നടത്തിക്കൊണ്ടിരിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പൊതു സ്ട്രാറ്റജിയെ സംബന്ധിച്ച് ഒരു പൊതു തീരുമാനമെടുത്ത് അറിയിക്കാൻ കഴിയുമെന്ന വിധത്തിലാണ് ആ യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്നൊരു പുതിയ സംവിധാനം കൂടി നമ്മൾ പരീക്ഷിക്കുകയുണ്ടായി. അതായത് നമ്മുടെ
ഈ പ്രദേശത്തിന്റെ മന്ത്രി കെ രാജൻ ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. വീണ്ടും പൊതുവേദിയിലേക്ക് നൗഫലുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്നും. നൗഫൽ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് മുൻപിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: വയനാടിന്റെ പുനരുജ്ജീവനം, വയനാടിന്റെ അതിജീവനം. നൗഫൽ, ടി വിയിൽ ശ്രദ്ധിക്കാതെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇനിയിപ്പോ മാഡം പറഞ്ഞ പോലെ ഇപ്പൊ അതേ ഉള്ളൂ. ഇനിയിപ്പോ അവർക്ക് ഉപജീവനത്തിനായിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്ക്. അപ്പം ഇത് കാണുമ്പോൾ ചങ്ക് പൊടിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടവും വിഷമവുമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. ഇപ്പം മുമ്പും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പം പൊതുവെ ഒരു അഭിപ്രായം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന രീതിയിൽ സംരക്ഷണം ചെയ്യണം. ജനങ്ങൾക്ക് ബോധ്യമാവണം ഇത് കൊടുക്കുന്നുണ്ട്, ഇത് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പൊതുവെ പറയുന്നത്. ഇപ്പൊ മുമ്പാണല്ലോ ഇപ്പം ഈ പുത്തുമലയിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ട് അവർക്കൊക്കെ അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അത് ആ അഭിപ്രായം മാറണം. ഇതെങ്കിലും അർഹതപ്പെട്ടവർക്ക് കിട്ടണം. അവർക്ക് ഉപജീവനത്തിനുള്ള അവർക്ക് ഇനി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ ജീവിക്കാൻ കഴിയണം. ജീവിച്ചിരിക്കുന്നവർക്ക്, മരിച്ചുപോയവർ പോയി, ജീവിച്ചിരിക്കുന്നവർക്ക് കിട്ടണം. തീർച്ചയായും വളരെ വിലപ്പെട്ട അഭിപ്രായം തന്നെയാണ്. പ്രേക്ഷകരുടെ ആശങ്കകളാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള സഹായങ്ങൾ കൃത്യമായി വയനാട്ടിലേക്ക് എത്തുമ്പോൾ അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നത് ഉറപ്പാക്കണം. അത് ഈ സഹായങ്ങൾ നൽകുന്നവരുടെ ആവശ്യമാണ്, അവരുടെ അവകാശമാണ്. അല്ലെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് അത് ലഭിക്കണം. അത് സാധാരണക്കാരൻ്റെ, പ്രേക്ഷകരുടെ സംശയമാണ്. അത്തരത്തിൽ ആളുകളിലേക്ക് അത് എത്തുന്നു എന്നതും നിങ്ങളിലേക്ക് അറിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ പറയുന്നു. ഒപ്പം ശാന്തയുണ്ട് വയനാട്ടിൽ നിന്നും. ശാന്ത, ഈ വയനാടാണ് ഇപ്പോൾ ഏറെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു നാടിനെ മുഴുവൻ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തം നടന്ന സമീപ പ്രദേശത്താണോ ശാന്തയുടെ വീട്? ഞങ്ങൾ ഇങ്ങനെ തിരുനെല്ലി ഈ ഭാഗത്താണ്, മാനന്തവാടി എന്ന് പറയും മാഡം. പിന്നെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അങ്ങനെ വലിയ മലകളൊന്നുമില്ല. എന്നാലും ഇതൊരു വല്ലാത്തൊരു സംഭവമായി പോയി. നമുക്ക് എല്ലാവർക്കും, ഞങ്ങൾക്കൊക്കെ തീരാത്തൊരു വേദനയായി തീർന്നു. കാരണം എത്രമാത്രം ജനങ്ങളാണ് അവിടെ മരിച്ചുപോയത്. ജീവിക്കുന്നവര് ആണെങ്കിലും ഒന്നുമില്ലാണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവരുടെ പേരിൽ കിട്ടുന്ന ദുരിതാശ്വാസ ഫണ്ടൊക്കെ ഇവർക്ക് തന്നെ വിനിയോഗിക്കണം എന്നുള്ള ഒരു എളിയമ്മയായ ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. അതിൽ നിന്ന് ഒരു രൂപ പോലും വേറെ മാറ്റി നമ്മൾ ചെലവാക്കാൻ പാടില്ല. അത് നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിച്ച് അത് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ മരിച്ചവരോടും അല്ലെങ്കിൽ അവരെ ജീവിച്ചിരിക്കുന്നവരോടുള്ള ഒരു വലിയ ഒരു തെറ്റായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഇന്നാള് പറഞ്ഞ ഈ ദുരന്തം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം ക്യാമ്പിൽ നിന്ന് ഒരു സ്ത്രീ ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. അവർ പുത്തുമലയിൽ ആ അപകടം ഉണ്ടായപ്പോൾ അവരുടെ വീട് നഷ്ടപ്പെട്ടു പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇതുവരെ ഒരു വീട് കിട്ടിയിട്ടില്ല. അവർ വാടകയ്ക്ക് താമസിക്കായിരുന്നു. ആ വാടക വീട് ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയി എന്ന് അവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അവർ കരയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന, നമ്മുടെ സർക്കാരിന് കിട്ടുന്ന എല്ലാ ഈ ദുരിതാശ്വാസ ഫണ്ടും അത് അവർക്ക് വേണ്ടി മാത്രം, അത് ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നിനും ചെലവഴിക്കാണ്ട് അവർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കണം എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. എല്ലാ സർക്കാർ മന്ത്രിയോടാണെങ്കിലും മുഖ്യമന്ത്രിയോടാണെങ്കിലും ഒക്കെ ഉള്ള എന്റെ ഏറ്റവും വലിയ അപേക്ഷ അതാണ്. കാരണം വയനാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേ അറ്റത്തേക്ക് ഒന്നും എത്തുന്നില്ല. സർക്കാരിന്റെ അല്ലെങ്കിൽ ആരുടെ ഇവിടുന്ന് ജയിച്ചു പോകുന്നതെന്നല്ലാതെ നമുക്ക് അങ്ങനെ വലിയൊരു ഒന്നും എന്താ പറയാ, ഒരു വലിയ ഒരു ഇതുള്ള ഒരു നാടല്ല വയനാട്. ഒന്നിനും ഇല്ല. ജയിച്ചു എല്ലാവരും പോകുന്നുണ്ട്, MLA-മാര് പോകുന്നുണ്ട്, മന്ത്രിമാര് പോകുന്നുണ്ട്, ഒക്കെ പോകുന്നുണ്ട്, MP-മാര് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് വയനാടിന് വേണ്ടിയിട്ടുള്ളതൊന്നും നന്നായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇത് അങ്ങനെ വിചാരിക്കരുത്. മറ്റുള്ളത് പിന്നെ നമുക്ക് എന്തായാലും സഹിക്കാം. ഇത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇവർക്കായി പിരിച്ചെടുക്കുന്ന ഈ തുക മുഴുവനും അവർക്ക് തന്നെ വിനിയോഗിക്കണമെന്ന് ഞങ്ങളുടെ ഇവിടെ ഓരോ നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം. അതാണ് മാഡം. വളരെ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. താങ്കളുടെ മാത്രമല്ല, ഇങ്ങോട്ട് വിളിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും ഒന്നൊന്നായി പറയുന്നതും അവരുടെ ആവശ്യം ഇത് തന്നെയാണ്. നിങ്ങളുടെ വാക്കുകൾ കൃത്യമായി അധികൃതർ കേൾക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ കേൾക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങളും അവരിലേക്ക് ഇത് എത്തിക്കും. ഒരു രൂപ പോലും ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന ഒരു രൂപ പോലും അന്യം നിന്ന് പോവുകയില്ല, അല്ലെങ്കിൽ അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തും എന്നും ഞങ്ങളും ഉറപ്പ് നൽകുകയാണ്. അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ ഞങ്ങളത് വളരെയധികം ശ്രദ്ധിക്കും. ആ കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ അധികൃതർ കേൾക്കുന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി വിളിച്ചതിന്. വയനാട്ടിൽ നിന്നും സുരേന്ദ്രൻ ചേരുന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നും. സുരേന്ദ്രൻ, എന്താണ് പറയാനുള്ളത്?
ജയനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ജയൻ, നമ്മളെ സംബന്ധിച്ച് വയനാടിന്റെ പുനരുജ്ജീവനം മാത്രമാണ് ലക്ഷ്യം. ഇനി കണ്ണീരൊക്കെ തുടച്ച് നമ്മൾ ആ നാടിനെ ചേർത്ത് പിടിക്കണമല്ലേ? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ സാർ, ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്ത് വയനാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആന്റണി എന്നാണ് ഉള്ളത്, മേപ്പാടി ആന്റണി ഇല്ല. ഇതുവരെ ഒരു വിവരവും ഇല്ല. ഒന്ന് അറിയാൻ പറ്റുമോ? പേരെന്താ പറഞ്ഞത്? ആന്റണി. അദ്ദേഹം മേപ്പാടി ആന്റണി. ഈ ദുരന്തം സംഭവിച്ച ആ പ്രദേശത്ത് താമസിച്ച ആളാണ്. താമസം. ഈ ടിവിയുടെ വോളിയം ഒന്ന് ദയവായി കുറച്ച് വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, എനിക്ക് കിട്ടാനില്ല. എന്റെ അവിടെ ഗൾഫിൽ ഇരുന്ന ആളാണ്. ശരി, ഈ ദുരന്തത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് താങ്കൾക്ക് വിവരം ലഭിച്ചിരുന്നു? ഞാൻ വിളിച്ചു, ഞാൻ കുറേ സമയം ട്രൈ ചെയ്തു, എനിക്ക് കിട്ടാനില്ല. ആന്റണി എന്നാണ് പേര് പറഞ്ഞത്. ഞാൻ വിളിച്ചോണ്ടിരിക്കുകയാണ്, എനിക്ക് കിട്ടാനില്ല. ഈ അദ്ദേഹം ചൂരൽമല ഭാഗത്തായിരുന്നു താമസം എന്നാണ് അറിയാമോ? ഒരുപാട് ട്രൈ ചെയ്തു. ആന്റണി എന്നുള്ള പേര്. ചൂരൽമലയിലാണോ താമസം? ശരി ജയൻ, താങ്കൾ പറഞ്ഞത് താങ്കൾ ടി വിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് കോള് കട്ടാവുന്നത്. എന്തായാലും താങ്കൾ പറഞ്ഞ പേര് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആന്റണി എന്നാണ് പേര് പറഞ്ഞത്. അദ്ദേഹം ഏത് ഭാഗത്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും അത്തരത്തിലൊരാൾ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാം. വളരെ നന്ദി വിളിച്ചതിന്. വളരെ വേഗം പൊതുവേദിയിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും പൊതുവേദിയിലേക്ക് സ്വാഗതം. സുരേഷ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സുരേഷ്, നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ മുൻപിലുള്ളൂ, വയനാടിൻ്റെ അതിജീവനം, വയനാടിൻ്റെ പുനരുജ്ജീവനം, ആ നാട്ടിലെ ആളുകളെ ചേർത്ത് പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പോൾ മലയാളികളുടെ മുന്നിലുള്ളൂ, അല്ലേ? ദയവായി പൊതുവേദിയിലേക്ക് വിളിക്കുന്ന പ്രേക്ഷകർ ടി വിയുടെ വോളിയം കുറച്ച് വെച്ച് ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ജോസി പീറ്റർ ചേരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. ജോസി, ബാംഗ്ലൂരിൽ നിന്നുകൊണ്ട് നമ്മളെ നാടിൻ്റെ വയനാടിൻ്റെ വേദന കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അതെ അതെ അതെ, വളരെ ആശങ്കാജനകമായതാ. മുമ്പ് അബ്ദുലിന്റെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ വയനാടിന്റെ ആണെങ്കിലും. അപ്പൊ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മൾ കാർഗിൽ യുദ്ധം തൊട്ട് എപ്പോഴും ഒരു ദുരന്തമുള്ളപ്പം നമ്മൾ ഇന്ത്യക്കാരാണേലും മലയാളികളാണേലും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ സംഭാവന ചെയ്യാനും അത് സാമഗ്രികളാണേലും ഡൊണേഷൻസ് ആണെങ്കിലും ചെയ്ത് വന്നിട്ടുള്ളതാണ്. പക്ഷെ മിക്കപ്പോഴും ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് അത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയില്ലെന്നും. അങ്ങനെ അപ്പം നമുക്ക് ഈ സമയത്തൊരു പാർട്ടി, ജാതി, ഭാഷാഭേദമന്യേ നമുക്ക് കർണാടകത്തിന് ഇപ്പം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി 150 വീട് വെച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷമാണെങ്കിലും ഇത് എൻഡ് ടു എൻഡ് എവിടം വരെ എത്തുന്നു എന്നുള്ളത് നമുക്കൊരു ക്ലിയർ കട്ട് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിട്ട് ആ മാർഗരേഖ നമുക്ക് ഒരു കോമൺ വെബ്സൈറ്റ് വഴി ആർക്കും ആക്സസ് ചെയ്യാവുന്ന പോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. 2, ഇതില് നല്ല ഓഡിറ്റ് ഫേംസ്, നിഷ്പക്ഷമായിട്ട് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഓഡിറ്റ് ഫേംസിനെ ഇത് ഏൽപ്പിക്കുക. എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾ ഇതിൽ കൺസൾട്ടൻസി ഫീസ് ഇല്ലാതെ ഇതൊരു രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ചെയ്യും. അപ്പോൾ ഓരോ രൂപയും എത്തേണ്ടടുത്ത് എത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഈ നല്ല മനസ്സുള്ള ആൾക്കാരുടെ മോട്ടിവേഷൻ ഇല്ലാതാകും. ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവരാതെ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ. ജീവിച്ചവർക്കും മരിച്ചവരോടുള്ള ആത്മാക്കളോടും ഒരു ഡിഗ്നിറ്റി കാണിക്കേണ്ട സമയമാണിത്. തീർച്ചയായും അത് തന്നെയാണ്. അത്തരത്തിൽ ഒരു രൂപ പോലും മറ്റൊരു വഴിക്ക് പോകാതെ കൃത്യമായി അർഹതപ്പെട്ടവരിലേക്ക് എത്തുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. അത് അങ്ങനെ തന്നെ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ നാടിനെ കൈപിടിച്ചുയർത്താൻ സാധിക്കുള്ളൂ. വളരെ നന്ദി വിളിച്ചതിന്. എലിസബത്ത് ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്നും. എലിസബത്ത്, നമ്മളെങ്ങനെ സാധ്യമാക്കും അതിജീവനം എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഹലോ, പറഞ്ഞോളൂ. ഹലോ. അതെ, നമ്മൾ പല ഇതും കണ്ടിട്ട് എത്തേണ്ട കൈകളിൽ എത്താറില്ല. ഇതെങ്കിലും ഈ രാഷ്ട്രീയം കൂടാതെ എത്തേണ്ടവരുടെ കയ്യിൽ ഇതെത്തി അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യണം എന്നുള്ള എൻ്റെ അഭ്യർത്ഥന. കാരണം നമ്മൾ പല കണ്ടിട്ട് ആ സഹായങ്ങൾ എത്താത്ത ധാരാളം വീട്ടുകാരുണ്ട്. ഓരോരുത്തരും നമ്മൾ കേൾക്കണേം ടി വിയിൽ പലതും കാണുകയും ചെയ്യണേണ്. ആയതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറെ പിരിവുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചില ബക്കറ്റ് പിരിവുകൾ ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് എങ്ങും എത്തില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ആയതുകൊണ്ട് ഇപ്പൊ കിട്ടണ കാശ് അവിടെ എത്തണത് എല്ലാം വേണ്ട ആൾക്കാർക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞത്.
തീർച്ചയായും ഇപ്പം ഇങ്ങോട്ട് വിളിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നതും ഇത് തന്നെയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം സംഭാവന ചെയ്യുമ്പോൾ അത് കൃത്യമായി അർഹതപ്പെട്ടവരിലേക്ക് എത്തണം. അതല്ലാതെ തന്നെ ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ആ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് അവർക്ക് അതിനുള്ള അർഹതയുണ്ട്, അവർക്കത് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകനും ഓരോ സാധാരണക്കാരനും പറയാനുള്ളത്. വളരെ നന്ദി വിളിച്ചതിന്. സന്തോഷമുണ്ട് ആലപ്പുഴയിൽ നിന്നും. സന്തോഷ, എന്താണ് പറയാനുള്ളത്? യെസ്, ആശ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ആശ, അതിജീവനം എങ്ങനെ സാധ്യമാക്കുമെന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആശ കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ വയനാട്ടിൽ ഇപ്പൊ ഇത്രയും ദുരിതങ്ങൾ കേട്ട തന്നെ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ട് എനിക്ക്. കേക്കാം. ഈ വയനാട്ടിൽ ഇങ്ങനെ ഇത്ര ദുരിതങ്ങൾ വരുമെന്ന് നമുക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അവർക്ക് അത്രയും ഇതിൽ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. ഹലോ ആശ, പറഞ്ഞോളൂ. ഒരുപാട് സങ്കടങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഇനിയും ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അവിടെ ഒരു ദുരിതങ്ങളും വരില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ശരി, അത് തന്നെയാണ്. യെസ്, വളരെ നന്ദി ആശ വിളിച്ചതിന്. ഒരിക്കൽ കൂടി പറയുകയാണ്, ദയവായി പ്രേക്ഷകർ TV-യിൽ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കരുത്, ഫോണിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ വലിയ ഗ്യാപ്പ് വരും. അതുകൊണ്ടാണ് ദയവായി ഫോണിൽ ശ്രദ്ധിച്ച് ഇരിക്കുക. വയനാട് നിന്ന് ബിജു ചേരുന്നുണ്ട്. ബിജു, ഈ വയനാടിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ 6 ദിവസമായി. അതൊരു വല്ലാത്ത, ഒരുപക്ഷെ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ആ ഒരു വേദന നമ്മളിൽ ഉണ്ടാകും. കാരണം അത്രമാത്രം വലിയൊരു ദുരന്തമാണ് നാട്ടിൽ ഉണ്ടായത്. ബിജു, ഈ ദുരന്തം നടന്ന സ്ഥലത്തിനടുത്താണോ? എവിടെയാണ് താമസം? മേഡം, ഞാൻ കല്യാണം കഴിച്ചത് വയനാട്ടിൽ നിന്നാണ്. ഞാൻ എന്റെ കുറ്റ്യാടിയാണ് എന്റെ സ്വദേശം, കോഴിക്കോട് ജില്ലയിലാണ്. അത് ആ ദുരന്തം ശരിക്കും ശ്രദ്ധയിൽപ്പെടാതെ പോയത് വയനാടിന്റെ ഈ ഭീകരമായ വലിയൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ്. വിലങ്ങാട് ഏകദേശം 13ഓളം വീടുകൾ നഷ്ടപ്പെട്ട വലിയൊരു ലാൻഡ് സ്ലൈഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മേഡം പറഞ്ഞോളൂ. നമുക്ക് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റും കാര്യങ്ങളും ജിയോളജി ഡിപ്പാർട്ട്മെന്റും ഇതൊക്കെ ഒരു വയനാട്ടിലെ ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള കുറെ സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിലേക്ക് ഇനിയൊരു ദുരന്തം ഉണ്ടാകാത്ത രീതിയിൽ ആ ഹോട്ട്സ്പോട്ടിലുള്ള ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു ശ്രദ്ധ അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുണ്ടാവണം. ഇനിയൊരു ദുരന്തം ആവർത്തിക്കാൻ പാടില്ല എന്നതാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായും വളരെ വ്യക്തമായ അഭിപ്രായമാണ്. ഇനിയൊരു ദുരന്തം നമ്മുടെ നാട്ടിന് ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള ഇടപെടൽ, അത് ഏത് മേഖലയാണോ അത്തരത്തിലൊരു ദുരന്തത്തിനുള്ള സാധ്യതകളെങ്കിലും ഒരു സൂചനയെങ്കിലും ഉള്ളത്, ആ മേഖലയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി മാറ്റി പാർപ്പിക്കണം. അതിനുള്ള ഇടപെടൽ നമ്മുടെ അധികൃതർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കൃത്യമായി അധികൃതരിലേക്ക് എത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കോഴിക്കോട് നിന്നും സിറാജ് ചേരുന്നുണ്ട്. സിറാജ്, വയനാടിനെ സംബന്ധിച്ച് അടുത്ത ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോഴും ആ ഒരു ഞെട്ടൽ ഇതുവരെ മാറിയിട്ടുണ്ടാവില്ല. കോഴിക്കോടും സമാനമായ തരത്തിൽ ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് വിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എങ്ങനെ നമ്മൾ അതിജീവിക്കും ഈ ഒരു വലിയ ദുരന്തത്തെ? എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഞാൻ കൂടുതലായി പറഞ്ഞ സമയം കളയുന്നില്ല. അതായത് ഇത്തരം പ്രദേശങ്ങള് മുൻകാലങ്ങളിലൊക്കെ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ചു മുമ്പേ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഇത്തരം പ്രദേശങ്ങൾ അത് കണ്ടെത്തി അതിന്റെ ഭവിഷ്യത്തുകൾക്ക് അതിനുവേണ്ട ഒരു പരിഹാരം നടപടികൾ മുൻകൂട്ടി എടുക്കുകയാണ് വേണ്ടത്. ഇന്നിപ്പോ ഇത് നടന്നതുപോലെ വരും കാലങ്ങളിൽ ഇത് സംഭവിക്കാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഈ ഭൂചലനവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ ഒരുപാട് ചാൻസ് നിൽക്കുകയാണ്. അപ്പൊ ഒരു വട്ടം ഇത് നടന്ന് അതോടുകൂടെ അത് നിൽക്കുകയാണ്. പിന്നെ ഭാവിയിൽ എന്ത് എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ചയോ കാര്യങ്ങളോ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുൻ വർഷങ്ങൾ നടന്ന അതേപോലെ തന്നെ വർഷങ്ങളിലും ഇതുപോലെ നടക്കുന്നതിന് ഒരു പ്രതിവിധി കാണുകയാണ് എത്രയും പെട്ടെന്ന് ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. കാരണം വന്നതിന് ശേഷം വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല.
തീർച്ചയായും അതുതന്നെയാണ്. വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് പൊതുവേദിയിലേക്ക് വിളിക്കുന്ന ഓരോ പ്രേക്ഷകനും പങ്കുവയ്ക്കാനുള്ളത്. അഭിപ്രായങ്ങളിലപ്പുറത്തേക്ക് അവരുടെ ആകുലതകളാണ്, അവരുടെ ആവശ്യങ്ങളാണ്. ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതുതന്നെയാണ് ന്യൂസ് 8 വിളിക്കുന്ന ഓരോ പ്രേക്ഷകനും പറയാനുള്ളത്. സുജാത ചേരുന്നു എറണാകുളത്ത് നിന്നും. സുജാത, എന്താണ് പറയാനുള്ളത്? എങ്ങനെ നമ്മൾ അതിജീവിക്കും? ഹലോ, പറഞ്ഞോളൂ. ഹലോ മാഡം, പറഞ്ഞോളൂ, കേൾക്കാം. എനിക്കും ഒരഭിപ്രായം വന്ന നഷ്ടപ്പെട്ടു പോയവർക്ക് അവർക്ക് നമ്മളൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ മാഡം. അപ്പൊ അതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കുന്നവർക്കെങ്കിലുമൊക്കെ നല്ലൊരു കുടുംബം അവർക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവർക്കൊക്കെ നല്ലൊരു ഇത് ഉണ്ടാവണം. തീർച്ചയായും താങ്കളുടെ വിഷമം മനസ്സിലാക്കുന്നു. ഇങ്ങോട്ട് വിളിക്കുന്ന എല്ലാവരും ഇത്തരത്തിൽ വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. കാരണം നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ വയനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരിറ്റു കണ്ണുനീരെങ്കിലും വരാത്ത മനുഷ്യരുണ്ടാവില്ല. അത്രമാത്രം വലിയ ദുരന്തത്തെ അതിജീവിച്ചാണ് നമ്മൾ ഈ 6ാം നാൾ നിൽക്കുന്നത്. ആശ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ആശ, എന്താണ് പറയാനുള്ളത് ആശയ്ക്ക്? എനിക്ക് പറയാനുള്ളത് ഇത്രയും വലിയ ദുരിതം വന്നത് ഞങ്ങൾക്ക് വളരെ സങ്കടമായി എന്നാണ് അർത്ഥം. ഞങ്ങൾക്ക് വളരെ സങ്കടമായി ഇത്രയും വലിയ ദുരിതം വന്നത്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഇത്രയും വലിയ ഈ ടിവിയിൽ ഇങ്ങനെ കാണുമ്പോഴില്ലേ ചെറിയ കുഞ്ഞുങ്ങളും അവരെയൊക്കെ ജീവൻ പോയിന്ന് കേൾക്കുമ്പോ ഭയങ്കര സങ്കടമായി ഞങ്ങൾക്ക്. എനിക്ക് പറയാനുള്ളത് അവർക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത് അവർക്ക് എല്ലാം കിട്ടുന്നതല്ലേ അവർക്ക് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ പറയണ ഇത്. ശരി, വളരെ നന്ദി വിളിച്ചതിന്, താങ്കളുടെ അഭിപ്രായത്തിന്. രാധാകൃഷ്ണൻ ചേരുന്നു ചാത്തന്നൂരിൽ നിന്നും. രാധാകൃഷ്ണൻ, നമ്മൾ വലിയ പ്രളയത്തെയും മഹാമാരിയെയും ഇതിനു മുൻപുണ്ടായ പല ദുരന്തങ്ങളെയും കവളപ്പാറയും പുത്തുമലയും പോലുള്ള ദുരന്തങ്ങളെയൊക്കെ അതിജീവിച്ചവരാണ്. നമ്മൾ ഇതും അതിജീവിക്കും അല്ലെ ഒറ്റക്കെട്ടായി? തീർച്ചയായും. നമ്മൾ ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തിൽ നിന്ന് പഠിക്കേണ്ട വലിയ ഒരു പാഠമുണ്ട്. പ്രകൃതി ദുരന്തം മാത്രമല്ല, പല തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ മനുഷ്യരാശി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് വെള്ളപ്പൊക്കമായാലും മറ്റേ ഇടിമിന്നലോട് ഏറ്റുള്ള ചെറിയ ചെറിയ അപകടങ്ങളായാലും എന്തിനേറെ പറയും, നമ്മൾ ഒരു വാഹന അപകടം പോലും എടുക്കൂ. ഓരോ കുടുംബങ്ങളിലും ദുരന്തങ്ങൾ പല തരത്തിൽ ചെറുതും വലുതും. ഇതിപ്പോൾ വലിയ എണ്ണമായതുകൊണ്ടാണ്. അപ്പോൾ ഒരാളുടെ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരാൾ പോയാലും അതൊരു കൂട്ടത്തോടെ പോയാലും ഒരു കുടുംബത്തിന്റെ നഷ്ടമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ പാഠഭാഗങ്ങളിൽ പോലും അതിജീവനം പഠിപ്പിക്കണമെന്നുള്ളതാണ്. എന്ത് വന്നാലും നേരിടുവാനുള്ള അതിജീവനം അത് കുട്ടികൾക്കൊരു സബ്ജക്റ്റായി തന്നെ പഠിപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ എന്തിനേയും നേരിടാനുള്ള കരുത്ത്. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവരവിടെ എങ്ങനെയാണോ ആ ഒരു വയനാട് പോലൊരു അതായത് പിന്നെ ഏരിയയിൽ കൂട്ടുകുടുംബമായിട്ടൊക്കെ തന്നെ വലിയ ചെറിയ ഒരു സിറ്റിയായിട്ടാണ് അവരവിടെ കഴിഞ്ഞിരുന്നത്. കാരണം 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട് കിടന്ന സ്ഥലത്ത് സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു പ്രത്യേക ലോകം പോലെയാണ്, അതിലെ ജനങ്ങൾ പോലെയാണ് അവിടെ കഴിഞ്ഞിരുന്നത്. എല്ലാവരും നഷ്ടപ്പെട്ടു പോയെങ്കിലും അവർക്ക് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട വേദന മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു പുതിയ ടൗൺഷിപ്പ്, അതിൽ അവർ നിലവിൽ ബാക്കിയുള്ളവർ അവരുടെ ദുഃഖങ്ങളായി ഇറക്കിക്കൊണ്ട് അവരുടെ ഭാവി സ്വപ്നങ്ങൾ കരുപ്പിടിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ അവർക്കൊരു പുതിയ ജീവിച്ചിരിക്കുന്ന അവശേഷിക്കുന്ന ആ കുടുംബങ്ങൾ. തീർച്ചയായും തങ്ങളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. അത്തരത്തിൽ ജീവിച്ചിരിക്കുന്നവരെ കൈപിടിച്ചുയർത്തുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, നമ്മുടെ സൈന്യം, നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ അതിനായി അവിടെയുണ്ട്. അവരത് കൃത്യമായി നിർവഹിക്കും. അതിനുശേഷം ഈ തിരച്ചിൽ പൂർത്തിയായതിനു ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് ആ നാടിനെ ചേർത്ത് പിടിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. മുരുകൻ ചേരുന്നു കമ്പത്ത് നിന്നും. മുരുകൻ, എന്താണ് പറയാനുള്ളത്? നമ്മൾ എങ്ങനെ അതിജീവിക്കും എന്നാണ് താങ്കളുടെ അഭിപ്രായം? ഹലോ, ഈ പരിപാടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണേ. പറഞ്ഞോളൂ. പരിപാടി കണ്ടുകൊണ്ടിരിക്കുക. പരിപാടി എന്ന് പറഞ്ഞാൽ എത്ര പേര് മരിച്ചിട്ടും ഉള്ളവർ കെട്ടേണ്ട വീതം എല്ലാവർക്കും കിട്ടണം. സർക്കാർ കറക്റ്റ് കൊടുക്കണം ഉള്ളവർക്ക്. പറഞ്ഞോളൂ. കൊടുക്കുന്ന സർക്കാർ സംഭാവന ചെയ്യുന്നവർ കൊടുക്കുന്ന പണങ്ങൾ എല്ലാ ആൾക്കാർക്കും വീതമായിട്ട് കൊടുക്കണം. അത് സർക്കാർ മറ്റുള്ള പാർട്ടികളും ചെയ്യാതെ നേരിടായിട്ടുള്ള നിങ്ങൾ അത് എന്താണ് ചെയ്യണം. അത് നമ്മുടെ അഭിപ്രായം.
തീർച്ചയായും വളരെ വ്യക്തമാണ്. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് വിളിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഇന്ന് കൂടുതലും അഭിപ്രായങ്ങൾ വന്നത് തന്നെയാണ്. നമ്മൾ നൽകുന്ന 1 രൂപയായാൽ പോലും അത് കൃത്യമായി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തണം. അല്ലെങ്കിൽ എന്ത് സഹായമായിക്കോട്ടെ, ഒരു ബുക്ക് വാങ്ങി നൽകിയതായാൽ പോലും അത് അവിടെയുള്ള കുട്ടികളുടെ കൈകളിലേക്ക് എത്തണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായമാണ് ഇന്ന് നമ്മൾ പൊതുവേദിയിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും കൂടുതലായി പറയാനുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോസ് ചേരുന്നു റാന്നിയിൽ നിന്നും. ജോസ്, എന്താണ് ജോസിന് പറയാനുള്ളത്? നമുക്ക് അതിജീവിച്ചല്ലേ മതിയാവൂ ഈ മഹാദുരന്തത്തെ? ഹലോ മാഡം, എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഞാൻ. പിന്നെ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് ഇത് അർഹതപ്പെട്ടവരുടെ മാത്രം ചെല്ലുക. ഇത് നമ്മൾ കൊടുക്കുന്നത്, ഓരോരുത്തർ കൊടുക്കുന്ന സംഭവം അർഹതപ്പെട്ടവരുടെ കയ്യിൽ മാത്രം എത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി വിളിച്ചതിന്. വയനാട് നിന്നും ജിജേഷ് ചേരുന്നുണ്ട്. ജിജേഷ്, വയനാട് എവിടെയാണ്? ഈ ദുരന്തം സംഭവിച്ച ആ നാടിന് സമീപത്താണോ ജിജേഷ് ഉള്ളത്? രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളാണോ? എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ വയനാട് പുൽപ്പള്ളിയിലാണുള്ളത്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഞാൻ അതിൽ പങ്കെടുക്കുന്ന ആളല്ല. ഞാൻ പുത്തുമലയിൽ പോയിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ജോലിയാണ് ആവശ്യം. ഇവർക്ക് എല്ലാവർക്കും ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബത്തില് ഒരാൾക്കെങ്കിലും സ്ഥിരമായിട്ട് 1000 രൂപയെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള ഒരു ജോലി, സ്ഥിരമായ ജോലി, സർക്കാർ ജോലി തന്നെ വേണമെന്നില്ല, അല്ലാതെ നല്ല കമ്പനിയിൽ ഒരു ജോലിയാണ് അവർക്ക് ആവശ്യം. അവരവിടുന്ന് പിടിച്ചു കയറിക്കോളും. അപ്പൊ അങ്ങനെ അവർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് ഒന്നേന്ന് അവര് തുടങ്ങിക്കോളും. അപ്പൊ ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിന് സർക്കാർ മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. അതിനൊപ്പം അവർക്ക് വീടുകളും കാര്യങ്ങളും ചെയ്യുക. പക്ഷെ അവർക്ക് ജീവിക്കാനുള്ള ഒരു ജോലിയാണ് അവർക്ക് അത്യാവശ്യം. അതിൽ നിന്നും അവർ പിടിച്ചു കയറുമെന്ന് എനിക്ക് ഉറപ്പാണ്. യെസ്, വളരെ നന്ദി ജിജേഷ് വിളിച്ചതിന്, അഭിപ്രായം പറഞ്ഞതിന്. അദ്ദേഹം പറയുന്നത് ഒരു ജോലി ആ ദുരന്തത്തിൽപ്പെട്ട ഒരു വീട്ടിലെ ഒരാൾക്കെങ്കിലും നൽകണമെന്നാണ്. അവിടെ നിന്ന് അവർക്ക് തുടങ്ങാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വളരെ വിലപ്പെട്ട അഭിപ്രായം തന്നെയാണ്. സുരേഷ് ചേരുന്നു കൊല്ലത്ത് നിന്നും. സുരേഷ്, പറഞ്ഞോളൂ, എന്താണ് പറയേണ്ടത്? ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് മുതൽ. ഒരുപാട് സങ്കടമുണ്ട്. സങ്കടം പറഞ്ഞാലും തീരത്തില്ല. അവർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇനി നമുക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എല്ലാവരും കൂട്ടായ്മയോടെ നിന്ന് ആ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോ അവർ നമ്മൾ ജനിച്ച ദേശത്തിൽ അവർ വന്നിരിക്കുകയാണ്. അവർക്ക് ഇനി വേണ്ട കൈത്താങ്ങായി സർക്കാരിൽ നിന്നെല്ലാം, കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും എല്ലാവരും കൂട്ടായ്മയോടെ നിന്ന് അവർക്ക് ഒന്നേന്ന് മുതൽ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. നാളെ ഒരു സമയത്ത് ഒരാൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചോദിച്ചു വന്നാൽ അത് രേഖയുണ്ടോ എന്ന് വേണം എന്നും പറയാതെ അവർക്കെല്ലാം വേണ്ടുന്ന വിധത്തിൽ സഹായങ്ങൾ ചെയ്യുക, എത്തിക്കുക. പിന്നെ നമുക്കിനി നല്ല വിശേഷങ്ങൾ വരുന്നു, ഓണം വരുന്നു, കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടി അവരെ നഷ്ടപ്പെട്ടവർക്ക് നമുക്കിനി ദുഃഖം മാത്രമേ ഉള്ളൂ, സങ്കടമേ ഉള്ളൂ. അതിനുവേണ്ടി ഇനി ജീവിച്ചിരിക്കുന്ന ആ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഓണം പോലും മാറ്റിവെച്ച് അവർക്ക് വേണ്ടി സങ്കടത്തോടെ നമുക്ക് അവർക്ക് വേണ്ടി ജീവിക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വയനാട്ടിൽ എല്ലാവർക്കും ഒരു വിക്സരോട്ട് പറയാനേ നമുക്ക് കഴിയുന്നുള്ളൂ. നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സങ്കടം പറഞ്ഞാൽ തീരത്തില്ല, ഒരിക്കലും പറഞ്ഞാൽ തീരത്തില്ല. ആരെല്ലാം സഹായിച്ചാലും ഒന്നും ആവത്തില്ല. തീർച്ചയായും വളരെ നന്ദി സുരേഷ് വിളിച്ചതിന് അഭിപ്രായം പറഞ്ഞതിന്. ഈ നാടിന്റെ പേര് കേരളം എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിജീവിക്കും. നമ്മൾ ഇത്രയും നാളും പല ദുരന്തങ്ങളും കണ്ടവരാണ്. അതൊക്കെ നമ്മൾ അതിജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തത്തെ നമ്മൾ അതിജീവിക്കും. നമ്മൾ ഓരോ ദിവസവും ഈ ദുരന്ത വാർത്ത, ഈ സങ്കട വാർത്തകൾക്കിടയിൽ നമ്മൾ കേൾക്കുന്ന, കാണുന്ന നല്ല കുറേ വാർത്തകളുമുണ്ട്. അതൊക്കെ നമുക്ക് സൂചിപ്പിക്കുന്നത് ഈ വലിയ മഹാദുരന്തത്തെയും നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അടക്കം പൊതുവേദിയിലേക്ക് വിളിച്ച് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് പറയുകയുണ്ടായി, കുഞ്ഞുങ്ങളുണ്ടോ, ഞങ്ങൾ നോക്കിക്കോളാം. പ്രായമായ മാതാപിതാക്കളുണ്ടോ, ഞങ്ങൾ നോക്കിക്കോളാം. എൻ്റെ വീട് ഞാൻ വിട്ടുകൊടുക്കാം കുറേ നാളത്തേക്ക്, അവർക്കൊരു വീടാകുന്നത് വരെ ഞാൻ നോക്കിക്കോളാം അവരെ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രേക്ഷകർ നമ്മളെ വിളിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഇത്തരം നല്ല മനസ്സുള്ള കുറേ മനുഷ്യർ ഈ നാട്ടിലുള്ളപ്പോൾ എങ്ങനെ നമ്മൾ അതിജീവിക്കാതിരിക്കും? ഇത് നമ്മൾ പറഞ്ഞതുപോലെ കരളുറപ്പുള്ള കേരളമാണ്. ഷീജയുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ഷീജ, പറഞ്ഞോളൂ. കേൾക്കാമോ? പറഞ്ഞോളൂ, കേൾക്കാം. മാഡം, ഞാന് ഒരു നോർത്ത് ഇന്ത്യയിലെ ടീച്ചറായിരുന്നു. ഹസ്ബൻഡുമായിട്ട് ഈ കല്ലുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോ ഞാൻ ഈ ന്യൂസ് ഫസ്റ്റ് മുതൽ കേൾക്കുന്നുണ്ടായിരുന്നു.
ഫസ്റ്റ് മുതൽ കേൾക്കുന്ന ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ആ ആക്സിഡന്റ് നടന്നിട്ട് എന്റെ നെക്സ്റ്റ് ഡേയില് ഫസ്റ്റില് ഒരു ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ ചേട്ടൻ വിഷമിക്കുന്നുണ്ട്. പക്ഷെ അന്നേരം എന്റെ ഈശോയുടെ പടത്തിലോട്ട് നോക്കി ഞാൻ അന്നേരം കഴിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവം വലിയൊരാളല്ലേ, അവരെ സഹായിക്കാൻ എത്രയും വേഗം ആരെങ്കിലും ഒക്കെ വിടണേ എന്ന് പറഞ്ഞു. എന്താണ് കൊണ്ട് വിത്തിൻ ഒരു 30 മിനിറ്റ് ആവുന്നതിന് മുന്നേ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഫസ്റ്റിലെ അവിടെ എത്തുന്നത്. അപ്പൊ ഞാൻ താങ്ക്സ് സ്പീച്ചിന് പറഞ്ഞു. അതിന്റെ പുറകെ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും തന്നെ അവരെല്ലാവരും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം അവിടെ പ്രവർത്തിച്ചു അവർക്ക് വേണ്ടി. പിന്നെ ഞാനൊരു ടീച്ചറാണ്, കുട്ടികളെ സ്നേഹിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ അവിടെ കുട്ടികളെ ഇതില് പഠിപ്പിക്കുന്നതൊക്കെ കണ്ടു. അപ്പം തന്നെ ഞാൻ ഇന്നലെ ESI ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കോട്ടയത്ത് പോയപ്പോൾ ഞാൻ അവിടെ ഒരു ഗ്യാങ്ങിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ കുട്ടികൾക്ക് കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങി ഞാൻ തരാം, നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രോപ്പർ തിരുവല്ലയാണ്, പക്ഷെ ഹസ്ബൻഡുമായിട്ട് ഈ കല്ലുപ്പാറ മല്ലപ്പള്ളി താലൂക്കില് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്താണ്, പത്തനംതിട്ട ജില്ലയാണ് ഉള്ളത്. ശരി, വളരെ നന്ദി ടീച്ചർ വിളിച്ചതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു ഫലമുണ്ടാകും. വളരെ വേഗം നമുക്ക് ആ നാടിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ്. വളരെ നന്ദി വിളിച്ചതിന്. വാക്കുകളുടെ വൈകാരികത എനിക്ക് മനസ്സിലാകും. വളരെ നന്ദി. ഫസ്ന അബുദാബിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഫസ്ന, നമ്മുടെ നാട്ടിലല്ല, പുറം മറ്റൊരു രാജ്യത്താണ്. അവിടെ നിന്ന് പോലും നമ്മുടെ നാടിൻ്റെ വേദനയിൽ പങ്കുകൊള്ളുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ നാട് എങ്ങനെ ഇത് അതിജീവിക്കുമെന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു സ്വപ്നം ഉണ്ടായി. ഒരു ഉരുൾപൊട്ടലിൽ ഞാൻ ഉൾക്കൊണ്ടു എന്നുള്ള ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിത് വൈകാരികമായിട്ട് വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മരണപ്പെട്ടവർ പോയി, അവര് സ്വർഗത്തിലാണ്. പക്ഷെ ഇപ്പോഴുള്ള എല്ലാ മലയാളിയായിട്ടുള്ള എല്ലാവരുടെയും ഒരു വേദനയാണ്, ഒരു പാഠമാണ് ഈ അനുഭവം. ശരിക്കും നമ്മൾ പഠിക്കണം ഇതിനകത്തുനിന്ന്, അതിന് ആക്ഷൻ എടുക്കണം. അപ്പൊ അതിന് 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മള് പല മതങ്ങൾ, ആചാരങ്ങൾ, രാഷ്ട്രീയം, ഇതെല്ലാം മനുഷ്യ നന്മയ്ക്കാണ്. ഇപ്പൊ എന്ത് വിവേചനമാണ് നമ്മൾക്ക് ഈ കാണുന്ന മനുഷ്യരിൽ. നമ്മളിത് ഒരേ ഇതിനകത്ത് എത്ര പേരെയാണ് നടക്കുന്നത്. അപ്പൊ ഈ ദുരിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാരണം വിവേചനം, ഒത്തൊരുമ, കൂട്ടായ്മ. ഇനിയെങ്കിലും നമുക്കത് ഉണ്ടാവണം. അതിന് അവയർനെസ് ക്ലാസ് തന്നെ വേണം, സ്കൂളുകളിൽ തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യനാണ് പ്രധാനം. രണ്ടാമത്തത് പ്രകൃതി എന്നുള്ളത്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ എല്ലാ കാലത്തും ഏത് രാജ്യങ്ങളിൽ പോയാലും നമ്മൾ പറഞ്ഞ് അഭിമാനിക്കാറുള്ള ആൾക്കാരാണ് നമ്മുടെ നാട് മലയാളി എന്ന് പറഞ്ഞ്. അപ്പൊ നമ്മുടെ പ്രകൃതിക്ക് നമ്മളൊപ്പം പ്രാധാന്യമില്ലേ? നമുക്കാണോ പ്രകൃതിക്കാണോ കൂടുതൽ പ്രാധാന്യം? നമ്മളെക്കാൾ ഒരു പ്രാധാന്യമല്ലേ നമ്മൾ കാൽച്ചോട്ടിലെ നമ്മുടെ മണ്ണിന്? അപ്പോൾ ഇനി വളരുന്ന മക്കൾ അത് പഠിക്കണം. അതിന് പ്രത്യേകിച്ച് ക്ലാസ് ഉണ്ടാവണം. മനുഷ്യൻ മാത്രമല്ല, നമുക്ക് മുന്നിൽ നടക്കുന്ന ഓരോരോ ജീവജാലങ്ങൾക്കും നമ്മളെക്കാളും പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം ദിസ് ലൈഫ് ഈസ് നോട്ട് ആൻ എറ്റേണൽ. നമ്മൾ മനസ്സിലാക്കാണ്ട് എന്നും എക്കാലോ എന്ന് എല്ലാവരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കാൻ പോകില്ല. ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നു പോകും. അപ്പൊ ഈ ഒരു അറിവോടെ, അലിവോടെ, മനുഷ്യത്വത്തോടെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. തീർച്ചയായും ഓരോ ദുരന്തവും അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് മനുഷ്യൻ അത് കണ്ട് മുന്നോട്ട് ജീവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നദീമുണ്ട്, കർണാടകയിൽ നിന്ന് വിളിക്കുന്നു. നദീം, കർണാടക ആ സംസ്ഥാനത്ത് നടക്കം നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് സഹായങ്ങൾ എത്തുന്നു. മുഖ്യമന്ത്രി അടക്കം 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ എത്തുന്നുണ്ട് ആ നാട്ടിനടക്കം. സ്വന്തം നാട് കേരളമായിരിക്കുമല്ലോ അല്ലേ നദീമിന്റെ? മാഡം, സ്വന്തം നാട് കർണാടക തന്നെയാണ്. പക്ഷെ ഇന്ന് ഈ നടന്ന വിഷയങ്ങള് കേരളത്തിന്റെ ഒരു ഭാഗം വയനാട്ടിൽ മാത്രമല്ല, ഇടീ ലോകത്ത് എല്ലാ ജനങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുകൊള്ളണം. അവിടെ നടക്കുന്ന ഓരോരോ വിഷയങ്ങളും ഈ 6-7 ദിവസമായി ഞാൻ TV-യിൽ നിങ്ങളുടെ ചാനൽ മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ 6-7 ദിവസമായി വേണം. അവിടെ ഈ പിഞ്ഞു കുഞ്ഞുകള് അമ്മയെ തെരയുന്നു, അച്ഛനെ തെരയുന്നു, ജ്യേഷ്ഠനെ തെരയുന്നു. പക്ഷെ ഇത് പ്രകൃതിന്റെ വിസ്മയമായ ഒരു സംഭവമാണ്. അറിയാതെ അങ്ങനെ നടന്നുപോയി. പക്ഷെ അവിടുത്തെ ഗവൺമെന്റും സംഘടനക്കാരും പട്ടാളക്കാരും
ഓരോരുത്തരും ആ ചെയ്യുന്ന ആ പിന്നെ സഹായം അത് എന്നും എന്നും മനസ്സിൽ പതിച്ചിരിക്കും മേഡം. അവിടുത്തെ ജനങ്ങൾക്ക് ദുഃഖത്തിൽ ഞങ്ങളും ഉൾക്കൊള്ളുകയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ജനങ്ങൾ അവിടെ നിന്ന മുണ്ടക്കൈ, പിന്നെ മേപ്പാടി, ആ പറയുന്ന ഭാഗത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ജീവിച്ചു കൊണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതുവരെ എല്ലാവരും വേറെ 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 ആയി തിരിഞ്ഞുപോയി. പക്ഷെ ഇനി മുൻ വരുന്ന കാലത്ത് നല്ല ഒരു സ്ഥലം നോക്കി ആ എല്ലാ പിരിഞ്ഞുപോയവരും ഒരു ചെറിയ വീട് വെച്ച് കൊടുത്ത് അവര് രണ്ടാമത് ഒറ്റക്കെട്ടായി ജീവിക്കാൻ കർണാടക ഗവൺമെന്റും ചെയ്യുന്ന സഹായം, കേരള ഗവൺമെന്റും സഹായം ചെയ്യും. അത് കൂടാതെ വലിയ വലിയ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വരണം. ഇവരുടെ ജീവിതത്തിൽ കൈചോർത്ത് പിടിക്കണമെന്ന് എന്റെ ഒറ്റൊരു പ്രാർത്ഥനയുള്ളൂ. ശരി, വളരെ നന്ദി. കർണാടകയിൽ നിന്ന് വിളിച്ചതിന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ കേരളം അത് ഒറ്റയ്ക്കല്ല, മറ്റ് സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളുടെ കരുതലും ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരെ നന്ദി നദീം. ഏറ്റവും പ്രധാനമായി ആ നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തെ, വയനാടിനെ ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന മനസ്സിന് ഞങ്ങളും ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ നിലയിൽ നന്ദി പറയുകയാണ്. വളരെ നന്ദി. കോഴിക്കോട് നിന്ന് ആബിദ് വിളിക്കുന്നുണ്ട്. ആബിദ്, പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? വൈക്കത്ത് നിന്ന് മനു മാത്യു ചേരുന്നു. മനു, നമ്മളെ നാടിന് തിരിച്ചു പിടിക്കും നമ്മളല്ലേ? പറഞ്ഞോളൂ കേൾക്കാം. ഇന്നൊരു പ്രകൃതി ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഇതൊരു മനുഷ്യ നിർമ്മിതമാണെന്ന്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നിരോധിത മേഖലയിൽ ക്വാറികൾ പൊട്ടിക്കുന്നു, വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്നു, പിന്നെ മലയിടിച്ച് റോഡുകൾ പണിയുന്നു. JCB എന്ന് പറഞ്ഞ സംവിധാനം ഇവിടെ വന്നതോടുകൂടിയാണ് ഈ മലയിടിച്ചിലൊക്കെ കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഉദ്യോഗസ്ഥ വൃന്ദം കൈക്കൂലി മേടിച്ചുകൊണ്ട് ഈ ക്വാറി പൊട്ടിക്കാൻ മേലാത്തടുത്ത് കൈക്കൂലി മേടിച്ചുകൊണ്ട് അനുമതി കൊടുക്കും. അത് കളക്ടർ തൊട്ട് തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ ഇവരെല്ലാം ഇന്ന് കൈക്കൂലിയുടെ അടിമയായി മാറിയിരിക്കുകയാണ്. കാരണം ഇവർ അനുമതി കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിരോധിത മേഖലകളിൽ ക്വാറി പൊട്ടിക്കുകയും കെട്ടിടങ്ങൾ പണിയുകയും വലിയ റിസോർട്ട് പണിയുകയും ചെയ്യുന്നത്. അപ്പൊ ഈ പഞ്ചായത്ത് സെക്രട്ടറി തൊട്ട് വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, കളക്ടർ ഇവർക്കെതിരെ നരഹത്യക്കെതിരെ കേസെടുക്കണം. പിന്നെ ഈ മരിച്ചവരെല്ലാം സാധാരണക്കാരാണ്. ഒരു പൈസ ഉള്ളവൻ ഈ മലയുടെ താഴത്തുനിന്നും അല്ലെ മലയിടിച്ചുള്ള സ്ഥലത്തുനിന്നും അവൻ മാറി ടൗണിലൊക്കെ പോയി നല്ല സ്ഥലം മേടിച്ചവൻ താമസിക്കും. ഈ മരിച്ചവരെടുത്ത് നോക്കിയോ, സാമ്പത്തികപരമായിട്ട് വളരെ താഴ്ന്ന ഗതി കിടക്കുന്ന ആളുകളാണ്. വളരെ നന്ദി വിളിച്ചതിന്. ഒരു സമയക്കുറവ് കൊണ്ടാണ് ഇടപെടുന്നത്. കോഴിക്കോട് നിന്ന് മുനീർ കൂടി ചേരുന്നു. മുനീർ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. നമ്മൾ പുനരധിവാസം എല്ലാ കോണുകളിൽ നിന്നും ഇപ്പോൾ വയനാട്ടിലേക്ക് സഹായങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഏകോപനത്തിൽ കൂടി സർക്കാരിന്റെ മേൽനോട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ ഇവരൊക്കെ ഏകോപിച്ചുകൊണ്ട് ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പുനരധിവാസമാണ് ഏറ്റവും പ്രയോജനപ്പെടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഓരോരുത്തരും അവരവരുടെ പിന്നെ ഫണ്ടിങ് നടത്തിക്കൊണ്ട് ഉള്ളൊരു പുനരധിവാസം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഫലപ്രാപ്തിയിലെത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ശരി, വളരെ നന്ദി മുനീർ, കോഴിക്കോട് നിന്ന് വിളിച്ചതിന്, അഭിപ്രായം പറഞ്ഞതിന്. സമയക്കുറവ് മൂലമാണ് ഞാൻ ഇടപെട്ടത്, എന്നോട് ക്ഷമിക്കുക. എന്തായാലും ഇന്ന് പൊതുവേദിയിലേക്ക് വിളിച്ച പ്രേക്ഷകരിൽ ഭൂരിഭാഗവും പറഞ്ഞതിതാണ്, ഞങ്ങൾ മനമറിഞ്ഞ് കൈമേയി അറിയാതെ ഞങ്ങൾ സഹായിക്കും ആ നാടിനെ. പക്ഷേ ഒരു രൂപ പോലും അന്യം നിന്ന് പോവരുത്. അത് കൃത്യമായി അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തണം. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത്. അത് ഏത് തരത്തിലായിക്കോട്ടെ, അത് കൃത്യമായി അർഹതപ്പെട്ടവർക്ക് എത്തണമെന്നാണ് ഓരോ പ്രേക്ഷകനും ഇന്ന് കൂടുതലായി പൊതുവേദിയിലേക്ക് വന്ന പ്രേക്ഷകർക്ക് അഭിപ്രായം. സാധാരണക്കാരന്റെ ആകുലതയാണ്, അവന്റെ അവകാശമാണ്. അവൻ നൽകുന്ന ഒരു രൂപ പോലും കൃത്യമായി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തും എന്നൊരു ഉറപ്പ് ഞങ്ങൾ കൂടെ നൽകുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അധികൃതർ അത് കാണും, കേൾക്കും. എന്തായാലും വളരെ നന്ദി പൊതുവേദിയിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും. നമസ്കാരം.